പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവര്, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെന്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു ദിവസമുണ്ട്, ഞാൻ എൻ്റെ നമ്മുടെ കൃപാസനത്തിൽ അലക്സസിനോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ സംസാരിച്ചതല്ല, അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ആത്മീയ വിജയം എന്ന് പറയണത് മരിക്കണ മുമ്പ്
ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനുള്ള ലൈസൻസ് വാങ്ങിക്കുകയാണ്. അപ്പോൾ നിങ്ങളവർക്ക് നമ്മളിങ്ങനെ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവ് 10,000 ചെല്ലുന്നില്ലേ? അല്ലേ, ചെല്ലുന്നുണ്ട്, പക്ഷേ ലൈസൻസ് ഇല്ല. അത് പ്രശ്നത്തിൽ ഇപ്പം ഞാൻ ഉദാഹരണം കൂടെ പറയട്ടെ. ആലപ്പുഴയിൽ നിന്ന് കുറേ കയറൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ. പക്ഷേ ഇവിടെ അത് വീടുകളിലൊക്കെയാണ് ഇവിടെ ചെയ്യണത്. വീടുകളിൽ തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ചെയ്തിട്ട് ഇവർ അത് സീൽ ചെയ്ത് വിടുന്നതാണ്. പക്ഷേ ചില സമയത്ത് ഞാൻ ഈ കയറ്റാപ്പീസ് വെഞ്ചരിക്കാൻ ചെല്ലുവേ. വീടുകളിലെല്ലാം തറകളുണ്ട് കയറുണ്ടാക്കണം, അത് വെഞ്ചരിക്കാൻ ചെല്ലും. അപ്പോൾ ചില വീടുകളിലൊക്കെ ആലപ്പുഴ സൈഡിൽ ഒക്കെ ആലപ്പുഴയും ചേർത്തലയുണ്ട്. അപ്പോൾ ചില വീടുകളിലൊക്കെ ഒരു 2-3 തറയുണ്ടാവും ഈ കയറുണ്ടാക്കണ തറകൾ. പക്ഷേ ഒരെണ്ണമൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനവരോട് ചോദിക്കും, ചേട്ടായി ഇതിലൊന്നും ഇപ്പോൾ കയറുണ്ടാക്കണില്ലേ, തടുക്കുണ്ടാക്കണില്ലേ? അപ്പോൾ പറയാം, അച്ഛാ അതിന് ഓർഡറൊന്നുമില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ ഓർഡർ ആരാ തരേണ്ടത്? ആലപ്പുഴത്തെ കയറ്റ് കമ്പനിക്കാരാണ് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ മുതലാളിമാർ ചില സമയത്ത് 1-2 കയറ്റ് കമ്പനി വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവിടെയും പ്രശ്നം അതാണ്. അവർ ഗോഡൗണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ വലിയ ഗോഡൗണുകൾ. അതിനകത്ത് പക്ഷേ ചരക്ക് കുറവാണ്. എന്താ കാര്യം പറയുമ്പോൾ ഓർഡറില്ലെന്ന് വെച്ചാണ് അവരും പറയേണ്ടത്. ഓർഡറില്ല വെച്ചാൽ എവിടുന്ന് ഓർഡറില്ല? ഫോറിൻ ഓർഡറേ ഇവർ ജർമ്മനിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യണം. അപ്പം ഈ കയറിന് ചിലപ്പോൾ ജൂട്ട് കയറി അവിടെ മുൻകൂർ അഡ്വാൻസായിട്ട് അവിടെ കൊണ്ട് ഈ ബംഗാളിൽ നിന്നൊക്കെ കൊണ്ട് അടിക്കും. അപ്പോൾ കയറിന് ഡിമാൻഡ് കുറയും, ഓർഡർ കുറയും. അപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാനുള്ള ഓർഡർ വാങ്ങിച്ചെടുക്കണം ദൈവത്തിന്. അത് ഭയങ്കര അത് ആത്മീയകാര്യം ഇല്ല. അങ്ങനെയാണ് ദൈവമായിട്ട് ഉള്ള എല്ലാ റിലേഷൻസിലും. ഇപ്പോൾ ഈ കർത്താവിൻ്റെ കൂടെ കുറേ ആൾക്കാർ മരിച്ചേ, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഒരു 6000 ഈ നല്ല കള്ളനും ചീത്തക്കള്ളനും നല്ല കള്ളനും ഉൾപ്പെടെ 6000 പേരാണ് ആ കാലഘട്ടങ്ങളിൽ കുരിശിൽ തൂക്കി കൊല്ലപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ. ആ ഒരു കാലഘട്ടം ആ ഒരു 200-300 കൊല്ലത്തിനുള്ളിൽ 6000 പേര് കുരിശിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത്, അത് ഈ പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കുന്നത് പറയുന്നത്. യോഹന്നാൻ 6:27 എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. കാര്യം വെച്ചാൽ ഇവന്റെ ബലി മാത്രം, എത്ര പേര് കുരിശിൽ തൂങ്ങിയാൽ 10,000 പേര് കുരിശിൽ തൂങ്ങേണ്ട കാര്യമില്ല. ഇവന്റെ ഈ കുരിശ് മരണം മാത്രമേ ആ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് പിതാവ് അഡ്വാൻസായിട്ട് അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഇത് എല്ലാം നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ വിഷയം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണമെന്ന് വിചാരിച്ചു. ഈ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണ മുമ്പ് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓർഡർ, ഈ സ്വർഗസ്ഥനായ പിതാവ് സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ലൈസൻസ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അല്ല വെറുതെ കയറ്റി വിടാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തുമാത്രം ചില സമയത്തൊക്കെ കഴിഞ്ഞ കൊല്ലവും സംഭവിച്ചല്ലേ, അമേരിക്കയിൽ നിന്നൊക്കെ ആ ചെമ്മീൻ മുഴുവനും അവിടെ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടുന്ന് കയറ്റി അയച്ച ചെമ്മീൻ അമേരിക്കയിൽ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ചെമ്മീൻ്റെ അകത്ത് ബാക്ടീരിയ കണ്ടെത്തി. അവർ ആ കപ്പൽ മൊത്തം, കോടിക്കണക്കിന് രൂപയുടെ കപ്പൽ മൊത്തം ചെമ്മീൻ റിജക്റ്റ് ചെയ്ത് ഒരു ചെമ്മീൻ്റെ ബാക്ടീരിയ കണ്ടെത്തിയതാണ്. ഈ നമ്മുടെ സ്വർഗസ്നായ പിതാവിൻ്റെ അകത്ത് മുഴുവൻ ബാക്ടീരിയയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാം റിജക്റ്റഡ് ആവും. ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ എന്താ കാര്യം എന്നറിയാം? ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആൾക്കാർ ലൈസൻസിന് 8 എടുക്കത്തില്ലേ, 8 എടുത്തേച്ച് പറയും എൻ്റെ അച്ഛ അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടി എന്ന് പറയും. അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടി, ആളെ വിട്ടായി. 8 എടുത്തിട്ട് സ്കൂട്ടർ 8 എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇടയ്ക്ക് ആദ്യത്തെ 4 കമ്പനിയായിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ച് വെട്ടിച്ചും കൊണ്ട് അവസാനത്തെ 2 കമ്പിയപ്പോൾ പോയി. ഇപ്പം രക്ഷപ്പെടും എന്നപ്പോൾ അവസാനത്തെ 2 കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടർ മുട്ടി പോയി, ലൈസൻസ് പോയി. ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവിനും പറ്റണ ഇതാണ്. ഇപ്പം സ്വർഗസ്ഥനായ അങ്ങയുടെ പിതാവ് അങ്ങയുടെ നാം പൂജിതമാകണമേ. അപ്പോൾ ആ 2 കമ്പിയായി. അങ്ങയുടെ രാജ്യം വരണമേ, അത് കുഴപ്പമില്ല.
അതൊരു കമ്പി, മൂന്നാമത്തെ കമ്പി. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം, നാലാമത്തെ കമ്പി. കുഴപ്പമില്ല, നമുക്ക് വലിയ റിസ്ക് ഇല്ല അതൊക്കെ. പിന്നെ എന്താ, അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അത് അഞ്ചാമത്തെ കമ്പിയാണ്. അത് റിസ്ക്കിലാണ് പോകും. പിന്നെ എന്താ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ, അയ്യോ അത് ആറാമത്തെ കമ്പിയാണ്, മുട്ടും, ഔട്ടാവും. ചില ആൾക്കാർ വയസ്സ് 75 ഉണ്ടെങ്കിലും ഇന്ന് വരെ സ്വർഗസ്ഥനായ പിതാവ് കയറ്റി അയച്ചത് എല്ലാവരും ചെട്ടായിരിക്കും. എന്താ കാര്യം, ആറാമത്തെ കമ്പിയിട്ട് മുട്ടിയിരിക്കുകയാണ്. എന്താണ്, മറ്റുള്ളവരോട് ഇപ്പോൾ ക്ഷമിച്ചിട്ടില്ല, അവരോട് മിണ്ടണില്ല, അവരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവർ കടമ്പ മുഖത്തെ കയറ്റും, എന്നിട്ട് പിന്നെയും കണാകുണാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാവരും സ്വർഗസ്ഥനായ പിതാവ് റിജക്റ്റഡായി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്, പ്രാർത്ഥനയുടെ റിസ്ക് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള കഴിവുകേട കഷ്ടപ്പാടൊന്നുമല്ല. ഈ പ്രാർത്ഥന ദൈവത്തിനെ കൊണ്ട് സ്വീകരിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്രാർത്ഥനയുടെ ഓർഡർ ലഭിക്കുന്ന, പ്രാർത്ഥിക്കാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം സ്വീകാര്യമാകാൻ വേണ്ടി മുൻകൂർ ദൈവത്തിരുസന്നിധി വെടിപ്പായി നിൽക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കൃപയുടെ പ്രശ്നം അത് ബ്ലെസ്സിങ് അല്ല. മിന്നൽ പോലെ വന്ന് പൊലിഞ്ഞു പുയർത്തിയിരുന്ന് പിന്നെ ഇരുട്ട് കയറണതാണ് ബ്ലെസ്സിങ്സ്. മിന്നലില്ലേ, മിന്നൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ വെളിച്ചമാണ് മിന്നൽ, പിന്നെ ഇരുട്ടാണ്. അതാണ് സന്തോഷത്തിൻ്റെ പ്രശ്നം. ഒരു സന്തോഷം ഉണ്ടായി, ആ സന്തോഷം പെട്ടെന്ന് തീരും. ഏതെങ്കിലും നിലനിൽക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നിത്യസന്തോഷം എന്നുള്ള വേറെ ഒരു സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നിത്യസന്തോഷം. അതിന് കൃപ എന്ന് പറയും. അനുദിന സന്തോഷത്തെക്കാൾ ഉപരി നിത്യസന്തോഷം. ഈ കൃപ നമുക്ക് വരുമ്പോൾ അത് നല്ല ഹൈലി വാല്യൂബിളായത് കാരണം, നിത്യതയോളം നിലനിൽക്കുന്ന കാരണം. ഇപ്പം ഞാൻ തന്നെ അമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി. എന്താ കാരണം, നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുമ്പോഴൊക്കെ ചിലർ അതിനെതിരെ പറയുമ്പോൾ, ഓ അങ്ങനെയാണോ, എല്ലാവരും വിശ്വസിക്കും. ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പിന്നെ ഇവിടെ വന്നിരിക്കുമോ? പക്ഷേ വിശ്വസിച്ചിട്ടെങ്കിൽ ജീവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഗതികേട് വരുമ്പോൾ ആൾക്കാർ പറയും, ഏയ് അത് കാര്യമില്ല, ഞാൻ ഉടമ്പടി എടുത്ത് 2 പുതുക്കിയാണ്, ഇപ്പോൾ ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണല്ലോ, അത്രയല്ല ഉടമ്പടി. അപ്പോൾ പിന്നെ ഉഴപ്പും. കാര്യം എപ്പോഴും നമുക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും പരീക്ഷണത്തിന് വിധേയമാണ്. നമുക്ക് വിശ്വാസം ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു നോൺ ഡിസ്റ്റർബൻറ്റ് ഏരിയ വിശ്വാസത്തിന് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാര്യം ദൈവം, നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും ദൈവം പറയും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഗതികേട്. ഞാൻ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാലും ദൈവം പറയും നീ ആ പറയണതിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും. അപ്പോൾ എന്താണ് വിശ്വാസമില്ലാത്തത്? എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇത്രയും നാൾ നിൻ്റെ പുറകെ നടക്കണത്. അതൊക്കെ ശരിയാണ്. നിനക്ക് ടെസ്റ്റ് വന്നാൽ നീ അപ്പം തന്നെ നീ ഇട്ടച്ചും പോകുമെന്ന് പറയും. അതുകൊണ്ടാണ് അതിജീവിത വിശ്വാസം എന്ന് പറഞ്ഞ് വേറെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്ത് അതിജീവിത വിശ്വാസം. ഈ വിശ്വാസത്തിലുള്ളവരിൽ കുറച്ച് പേര് ദൈവം ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റും. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണം. അപ്പോൾ സ്വർണം, കാച്ചിയെടുത്ത സ്വർണത്തിന് ഊതിക്കാച്ചിയ പൊന്ന്, അതിനൊരു മൂല്യമുണ്ട്. ഊതിക്കാച്ചിയ പൊന്നിനേക്കാൾ മൂല്യമുള്ളത് എന്താണ്? അഗ്നി പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അതാണ് അതിജീവിത വിശ്വാസം. അത് കേവല വിശ്വാസമല്ല. വിശ്വാസത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10 പേർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് ഈ 10 പേർക്കും ടെസ്റ്റ് കൊടുക്കും. എന്ന് വെച്ചാൽ നീ പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത വിഷയങ്ങളുണ്ടാകും. നിൻ്റെ പ്രാർത്ഥന തന്നെ കേൾക്കാത്ത അവസ്ഥകളുണ്ടാകും. നീ വിശുദ്ധിയോടെ ജീവിച്ചിട്ടും പ്രാർത്ഥനയോടെ പുലർന്നു പോയിട്ടും നിനക്കതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഇതെല്ലാം ശോധന ചെയ്യും. അപ്പോൾ കുറച്ച് പേര് പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പ്രാർത്ഥനക്കാർ അവിടെ നിന്ന് സ്കൂട്ടാകും. മനസ്സിലായില്ലേ? കുറച്ച് പേര് വണ്ടി വിടും. പ്രാർത്ഥന നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയല്ലേ, ഇവിടെ ചകണം വരെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെല്ലാം വിചാരിച്ചുകൊണ്ട് അവർ വളരെ പ്രാക്ടിക്കലാവും. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരങ്ങനെ ആവശ്യമില്ലാതെ ദൈവത്തോട് അടുക്കുകയോ അടുത്ത് വന്ന് പണി മേടിക്കുകയോ ഒന്നും ചെയ്തത്. വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരാണ് അവർ. ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും അവരില്ല. പിന്നെ വല്ല അവസാന ഞായറാഴ്ചയൊക്കെ കുരുത്തുല കൊടുക്കാൻ നേരത്ത് എങ്ങാനും ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഓല മേടിക്കാൻ പോകും. ആ ഓല മേടിക്കാൻ പോയി അവർ ഓലയും കൊണ്ട് വീട്ടിലൊന്നും പോരത്തില്ല. ആ ഓല കൊണ്ടുപോയി മരിച്ചവരുടെ പെടയ്ക്ക് കൊടുക്കിടും അവർ.
നമ്മൾ ഈ ഓശാന ഞായറാഴ്ച എന്താ ചെയ്യണത്? എല്ലാ അപ്പം ചത്തുപോയ എല്ലാ അപ്പന്മാരുടെ കുരിശിൽ ഈ ഓശാനയുടെ ഓല കൊണ്ട് കുടുക്കിട്ടിട്ടുണ്ടാവും. അവരത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പനെ പെടലേക്ക് പണ്ടേ അപ്പനെ കുടുക്കിട്ടാണ് കൊന്നത്. ഓശാന ഞായറാഴ്ചയുടെ കുടുക്കും കൂടി അവൻ്റെ പെടലേക്ക് വെച്ച് കൊടുത്തിട്ട് അവർ സ്കൂട്ടാവിടുന്നതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത പരീക്ഷത്തൊന്നും അവർ പോകത്തില്ല. അവരങ്ങനെ അടിച്ചു പൊളിച്ച് സുന്ദരമായിട്ട് ജീവിക്കും. ഒരു കാലത്ത് മരിച്ചും പോകും. അപ്പോൾ എനിക്കതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്? ഞാനീ പിണമെടുക്കും 1700 പിണമെടുത്തിട്ടുണ്ട്. 38 കൊല്ലത്തിനുള്ളിൽ പിണമെടുക്കാൻ ചെല്ലുമ്പോൾ ചില സമയത്ത് ഈശോ പറയും, ഈ പണ്ടാരത്തിനിട്ട് ഒരു പ്രാർത്ഥന ചെയ്യാൻ നിന്നെ പെടകടി അടിക്കുമെന്ന് പറയും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവും, ഒത്തിരി പേര് വലിയ നാട്ടിലെ പ്രമാണിയ ആരെങ്കിലുമൊക്കെ ഇരിക്കും. പക്ഷേ കർത്താവ് പറയും, ഈ പണ്ടാരത്തിന് സ്വർഗസ്ഥനായ വിധാനം ചെല്ലിയ നിൻ്റെ പട്ടം ഞാൻ പിടിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞു കപ്പേൻ്റെ കാശ് കിട്ടണമല്ല, കപ്പേര് ഇരിക്കണം പറയും. അപ്പോൾ കപ്പേര് അവിടെ മഹിമയേഴും അരുവും തന്നെ വിശുദ്ധന്മാരൊക്കെ പറഞ്ഞപ്പോൾ ആടി പ്രാർത്ഥിച്ച് പുള്ളിയെ ഒരു പരുവത്തിലാക്കി എടുത്തുകൊണ്ട് വരും. കുഴിക്കവരെ മിണ്ടത്തില്ല ഞാൻ. എന്താ സാധനം? ജീവിതകാലം മുഴുവൻ ദൈവത്തെ നിഷേധിച്ചതാണ്. എന്നിട്ട് ഇപ്പോൾ 12 പേരുടെ ദർശനവും മറ്റുള്ള എല്ലാ ബന്ധവും പരിചയമുള്ള അച്ഛന്മാരെല്ലാം കാറ് കൊടുത്ത് വിളിച്ചിട്ട് ഒരു ഘോഷയാത്രയൊക്കെ നടത്തി പാവത്തൻ നാട്ടുകാരുടെ കണ്ണി പൊടി വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോകുകയാണ്. ഞൊട്ടു എന്ന് പറയും ദൈവം. അതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളത്തിലേക്കുള്ളൊരു വരവ് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് അഗ്നിശോധന ചെയ്യും. അഗ്നിശോധന എന്ന് പറയുമ്പോൾ ചില പറയില്ലേ, ഞാൻ കുഞ്ഞുനാൾ മുതലേ കർത്താവിനോട് പറയണതാണ് എനിക്ക് വെള്ളമടിക്കാത്തൊരു ഭർത്താവിനെ തരണം. 4 വയസ്സ് തൊട്ട് ഞാൻ പറയാം, എൻ്റെ അപ്പൻ്റെ വെള്ളവടി കണ്ട് ഞാൻ ജീവിതം മടുത്ത്, എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് ഞാൻ ജീവിതം വെറുത്ത്, എനിക്ക് ആകപ്പാടെ ഒന്നേ കർത്താവിനോട് പറയുള്ളൂ, നീ ജോലി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വെള്ളമടിക്കാത്ത ഒരു അധികാരം തരണമെന്ന് പറയും. അപ്പം നമ്മൾ 3-ാം വരുമ്പോഴും മധ്യസ്ഥം വരുമ്പോഴും ചവറ വിവാഹ ബ്യൂറോയിൽ ചെല്ലുമ്പോഴും പറയും അവൻ വെള്ളമടിക്കാത്തവരാണെന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ നമ്മളെന്താ, അവന് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളമടിക്കാതിരുന്നാൽ മതി. അപ്പോൾ വെള്ളമാരായി നിനക്ക് ദൈവമായി. മനസ്സിലായില്ലേ? ആൾക്കാർ പെൺപിള്ളേർ ചെന്ന് ഇരന്ന് പണി മേടിക്കണ വിധവ എന്താ വരുവാണ്? നമ്മളെ തിരക്കണത് എന്താണ്? അവൻ വെള്ളമടിക്കാത്തവനാണോ? അപ്പോൾ എന്താ എൻ്റെ അർത്ഥം എന്താണ്? അവന് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലേ അതൊന്നും അവൾക്ക് പ്രശ്നമില്ല, വെള്ളമടിക്കാത്തവനെ ആയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? അവളുടെ ദൈവം വെള്ളമടിക്കാത്ത ഭർത്താവാണ്. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പെസകை വന്ന പോലെ. അപ്പോൾ നിനക്കൊരു വിശ്വാസമുണ്ട്, അതിജീവിതയാണ് നീ. അതിജീവിത എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മിക ജീവിതത്തിൽ അതിജീവിതയുണ്ട്, അതിൽ അതിജീവിതനുണ്ട്. എന്താ കാര്യം? ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങൾ വന്നിട്ടും ദൈവത്തെ ഉപേക്ഷിക്കാതെ വിശ്വാസം തളരാതെ അതിജീവിച്ച ആൾക്കാരാണ്. അതാണ് ഈശോ പറയണത്. 1 Pത്രോസ് 1:7 പറയണത്. ഒന്നൊരു വായിച്ചത്. അഗ്നിശോധനയെ അതിജീവിക്കുന്ന അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ വിലയേറിയ വിശ്വാസമാണ്. വിലയേറിയ വിശ്വാസത്തിലാണ് ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണത്. അപ്പോൾ നിങ്ങൾ ഓർക്കുമോ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇന്നസെൻറ്റിൻ്റെ ലോട്ടറി അടിച്ച പോലെ 2 കേട്ടിട്ടുണ്ട് 3 കേട്ടിട്ടുണ്ട് ഓ കേട്ടിട്ടുണ്ട് 4 എന്ന് പറഞ്ഞാൽ അവസാനം എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വീഴും. അതുപോലെ നിങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ എന്ത് കേട്ടിരിക്കണത്? വിശ്വാസം തന്നെ വ്യത്യസ്തങ്ങളായിട്ടാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അതിജീവിത വിശ്വാസം എന്ന് പറയും. അപ്പോസ്തലന്മാർ ഓരോ തരത്തിലാണ് പറയണത്. അപ്പോസ്തലന്മാർ ഒരാൾ പറയും, പോള് പറയും, വിശ്വാസം പറയുമ്പോൾ പോള് പറയും വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശിക്കുന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അത് ഹെബ്രായർ 11:1 പറയും. എന്താണ് വിശ്വാസം? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് മെറ്റീരിയൽ ഫെയ്ത്താണ്. നമ്മൾ എന്തെങ്കിലും പ്രത്യാശിച്ചാൽ അത് കിട്ടും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ ഉടമ്പടി പിന്നെയും നമ്മളെ പുതുക്കണത്. തെറ്റല്ലത്. പ്രത്യാശ ഇപ്പോൾ ഉടമ്പടി എബ്രായർ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം എന്നത് എന്ന് പറഞ്ഞേ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. അപ്പൊ വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു ഡിഗ്രി കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ട് മാറും. അതുകൊണ്ടാണ് ആൾക്കാർ 7 പ്രാവശ്യമൊക്കെ ഉടമ്പടി പുതുക്കുന്നത്. എന്താ കാര്യം? എൻ്റെ കാലമാകുമ്പോൾ ഞാൻ കർത്താവ് എൻ്റെ അടുത്ത് വരണ സമയത്ത് ഞാൻ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ എന്ത് ചെയ്യും? മണവാളം വരാൻ വൈകുമ്പോൾ സ്വാഭാവികം നമുക്ക് വരാൻ സാധ്യതയുള്ള എന്താണ്? ഉറക്കമാണ്. ഉടമ്പടിയിൽ ഉറക്കമുണ്ട്. അത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 25:5 മണവാളൻ വരാൻ വൈകി എന്ന് പറഞ്ഞാൽ മണവാളം വരാൻ വൈകി
ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ എത്രയാണ്? മത്തായി എത്രയാണ്? 25:5. ഒതിൽ പറഞ്ഞ് മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ ഇരുന്നുറങ്ങിയെന്നേ, ഇപ്പം കിടന്നുപോയി പാവത്തങ്ങൾ. തലയോട് കൂടെ ഇല്ലാതെ വായും പിടിച്ച് കുറുക്കം പിടിച്ച് ആയി ഉറങ്ങി. എന്താ കാര്യം? മണവാളം വന്നില്ല, വേറെ ഒരാൾ വരും. ആരാണത്? ഉറക്കം. അതാ സംഭവം. അതല്ലേ ബൈബിൾ എന്ത് കറക്റ്റാണ്. 25:5 മണവാളം വന്നില്ല, പിന്നെ ഒരാൾ ഉടനെ ഉറപ്പായിട്ടും വരും. അതാരാണ്? ഉറക്കം. ശൈത്യം, ആധ്യാത്മിക ശൈത്യം. ആധ്യാത്മിക ശൈത്യമാണല്ല ബൈബിൾ ഉറക്കമെന്ന് പറയണത്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റിക്കാണ് ഈ പറയണത് ഉറക്കമെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കമാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രത്യക്ഷ പ്രാർത്ഥന എത്ര മണിക്ക് നടന്നെന്ന് ചോദിച്ചാൽ മതി. ആദ്യം 5:30 എഴുന്നേക്കും, പിന്നെ 6 മണിക്ക് എഴുന്നേക്കും, പിന്നെ 7 മണിക്ക് എഴുന്നേക്കും. അപ്പം ചെടുത്തി ഉറക്കമായി. കാര്യം എന്താ? മണവാളം വരാൻ വൈകി. അപ്പോൾ ഈ മണവാളം വരാൻ വൈകിയെന്നുള്ളത് ഒരു പ്രഖ്യാപിതമായ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ. എല്ലാ വിഷയത്തിനുമല്ല, ചില വിഷയങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ 6 വിഷയം വെച്ചില്ലേ? 6 വിഷയം എന്താ വെക്കാൻ കാര്യം? 6 കൽപ്പരണി ഉള്ളത് കൊണ്ട് ഉടമ്പടി കർത്താവ് വെളിപാടിൻ്റെ ആ നല്ല കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് 6 എന്ന് പറഞ്ഞ്. കാര്യം എന്താണ്? 6 കൊല്ലം കൊണ്ട് 6 വർഷം ദിവസം കൊണ്ടാണ് ഞാൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ചത്. സൃഷ്ടിയുടെ ദിവസങ്ങളാണ് 6. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സൃഷ്ടി ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് പരിഹാരം ചെയ്യാൻ വരുമ്പോഴും അവൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് 6 എന്നാണ്. അതാണ് 6 കൽപ്പരണി. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് 6 കൽപ്പരണി. അവിടെ വീഞ്ഞില്ലായിരുന്നു എന്ന് പറയണം. ഇപ്പം എല്ലാം പുതിയ ലോകം സൃഷ്ടിക്കുകയാണ്. ഇത് ആദ്യത്തെ കാലമാണ്, 6ാമത്തെ ദിവസം. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് പിന്നെന്താ പറയുക? ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയണത്. ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നു. എന്താണ്? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഭൂമി രൂപരഹിതമായിരുന്നു. അപ്പോൾ ഒരു രൂപമില്ല, ഒരു ഭാവവുമില്ല. ഭൂമി പിന്നെ എന്താണ്? ശുദ്ധശൂന്യമായിരുന്നു. പിന്നെ എന്ത് ചെയ്ത്? ആഴത്തിൻ്റെ മീതെ, അന്ധകാരത്തിൻ്റെ മീതെ, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചു. അപ്പോൾ അതുണ്ടാ, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് പഴയ ലോകം ഉണ്ടായത്. പുതിയ ലോകം ക്രിസ്തു ഉണ്ടാക്കാൻ പോകുന്നതും വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ട് അവ്വ ചെയ്തതിന് പകരം മറ്റൊരു അവ്വായെ ദൈവം സൃഷ്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയായിട്ട്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഉടമ്പടി സമൂഹത്തെ നീ വാർത്തെടുക്കും. 31:1 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 31:1-2. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പറഞ്ഞേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടാവട്ടെ, വെളിച്ചമുണ്ടായി. അപ്പോൾ വെളിച്ചമുണ്ടാകണമെങ്കിൽ ആദ്യം പറഞ്ഞത് ആരാണ്? ആത്മാവാണ് വരണത്. അപ്പോൾ രൂപരഹിതമായി ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെ പഴയ നിയമത്തിലെ ആകാശവും ഭൂമിയും പോലെയാണ്. കാര്യം എങ്ങനെ മകളെ കെട്ടിക്കും? നമുക്കൊരു രൂപമില്ല. എങ്ങനെയാണ് ഈ 10-45 കോടി രൂപയുടെ കടം എങ്ങനെയാണ് തീർക്കണത്? നമുക്കൊരു രൂപമില്ല. അപ്പോൾ ഇതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇരിക്കണം. കണ്ടിട്ടില്ല? നിങ്ങൾ കണ്ടില്ലേ ആൾക്കാരെ? ചിലത് സീരിയസ് കേൾക്കും. വ്യക്തിപരമായ ഉപദേശം ആവശ്യമുള്ളത് സീരിയസ് കേൾക്കും. ദൈവം ഇടപെടേണ്ട കാര്യത്തിന് ഞാൻ സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ ഇപ്പോൾ ഉപദേശം കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കും. ഈ വിഷയം ദൈവത്തിൻ്റെ ടേബിളിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടാണ് ഈ ഫയലെങ്കിലും കണ്ട് ഞാനിത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കേൾക്കും. എന്താ കാര്യം? എന്നിട്ട് ഇവരെ എംപവർ ചെയ്യും. കാര്യം ഇവർക്ക് രൂപമില്ല. അവർക്കറിയത്തില്ല ഈ കടങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയത്തില്ല. അവർക്കറിയത്തില്ല ഈ രോഗം എല്ലാവരും ഇങ്ങനെ കൈവിട്ടപ്പോൾ ഇതെങ്ങനെ സുഖപ്പെടുമെന്ന് അവർക്കറിയത്തില്ല. പിന്നെ ഒരു വിശ്വാസത്തിന് ഉന്തിത്തള്ളി ആരോ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവർക്കതിനുള്ള ത്രാണിയും ഒന്നുമില്ല. പക്ഷേ ഇവിടെ കാര്യം മൊത്തമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അമ്മയുടെ ടേബിളിലാണ് ഈ ഫയൽ ചെയ്യേണ്ടത്. കാര്യം എന്താ? ഇത് ഞാൻ ചെയ്യേണ്ട ഫയലല്ല, അമ്മയുടെ ഫയലിലൊക്കെ അത് മാറ്റും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ സാധനം കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറയും, ഈ വിഷയത്തിൽ എനിക്ക് മറുപടിയൊന്നുമില്ല, ഇത് നീ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കെൻ്റെ ഉറപ്പെന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് എൻ്റെ ഉറപ്പ്. കാര്യം ഈ പാവപ്പെട്ട മനുഷ്യനെ കാണാവുന്ന രീതിയിൽ 2004 അമ്മ സമയഘടികാലം നീതി ചാർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് മൂലേ ഉണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണി പിടിച്ച ഒരാളാണ് എല്ലാമെന്ന് ചിന്ത. അഹങ്കാരമൊന്നുമില്ല. സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു യോഗ്യത തന്നു എന്നല്ലേ നന്ദി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് മദർ തെരേസയും ജോൺ പോളും ജീവിച്ചിരുന്ന കാലമാണ്. ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് നീതി നോക്കാനാണെങ്കിൽ അവർക്കാണിത് പ്രത്യക്ഷപ്പെടേണ്ടത്. അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു 2004 രണ്ടുപേരും. കാര്യം അവരൊക്കെ ഞാൻ അവരൊക്കെ കണ്ടാണ് വളർന്നത്.
എൻ്റെ ശുശ്രൂഷ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ജോൺ പോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജോൺ പോൾ ആണെങ്കിൽ ഈ കാലഘട്ടത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും, അതായത് 20-ാം നൂറ്റാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 തൊട്ട് 21-ാം നൂറ്റാണ്ടിൽ വരെ ഏറ്റവും വലിയ പോപ്പെന്ന് പറയുന്നത് ജോൺ പോളാണ്. ജോൺ പോൾ ഉണ്ടാക്കി വിട്ട ഒരു വലിയ ആധ്യാത്മികമായ ശക്തിയുണ്ട്. അതെച്ചാൽ ഗലീലിയ കടലൊക്കെ ഇങ്ങനെ, ഗലീലിയ അല്ലാൻ്റെ സമുദ്രം കൂവിക്കുത്തി ഇരച്ചാർത്ത് രമ്പിത്തി ഇങ്ങനെ പോലെ കരപിഴുങ്ങാൻ നേർത്ത് വത്തിക്കാൻ്റെ ആ ജൽപ്പാടുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഈ വലിയ മുക്കുവൻ പറയും, ബിക്കാം ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ അടങ്ങാൻ പറയും. എന്താ കാര്യം? നീ എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് പറയും. ആ അധികാരം എന്ന് പറയുന്നത് വല്ലാത്തൊരു അധികാരമാണ്. ഞാൻ ആ 78 മുതൽ അതൊക്കെ കണ്ടാണ് വളർന്നത്. ഞാൻ അച്ഛൻ പഠിക്കുന്ന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത്. അന്ന് മുതൽ ഞാൻ ജോൺ പോളിൻ്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കും. അപ്പോൾ ജോൺ പോളിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ്. ഏറ്റവും വലിയ ജപമാലയാണ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം ജപമാല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിരുന്നു, അല്ലാതെ ഒരു അക്സസറി അല്ല. ഞാൻ പോപ്പന്മാരെയും മറ്റു വിശുദ്ധന്മാരെയൊക്കെ അളക്കണത് ജപമാല അവരുടെ ശരീരത്തിൻ്റെ അവയവമാണോ അത് അക്സസറി ആണോ എന്നാണ്. അക്സസറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കിളിനൊക്കെ ഒരു ബെല്ല് പിടിപ്പിക്കുക, നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോൾ സൈക്കിളിൽ ബെല്ലൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഈ ബ്രേക്ക് നമ്മളൊരു സാധനമൊക്കെ ഈ സോക്കറ്റൊക്കെ വെച്ച് പിടിപ്പിക്കത്തില്ലേ, കുറേ സാധനം വെച്ച് പിടിപ്പിക്കില്ല, നമ്പർ പ്ലേറ്റ് അതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ്, അതൊന്നും കമ്പനിയിൽ നിന്ന് കിട്ടത്തില്ല. അതുപോലെ ചിലർക്ക് ജപമാല ആക്സസറിയാണ് എന്ന് വെച്ചാൽ പിന്നീട് ആവശ്യമുള്ളപ്പോൾ വെച്ച് പിടിപ്പിക്കേണ്ട സംഭവമാണ്. ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ആ കൊന്ത തപ്പി നോക്കും, കൊന്ത എന്ത് നോക്കി തപ്പി നടക്കും, കണ്ണ് ഇരുട്ടത്ത് തപ്പി നടക്കണില്ലേ. അക്സസറി എന്ന് പറയും. അവയവമാണെങ്കിൽ എപ്പോഴും കൊന്ത കയ്യിലുണ്ടാവും. മദർ തെരേസനെ ഞാൻ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ള മദർ തെരേസ. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സംഭവം എന്ന് വെച്ചാൽ കൊന്ത അവിടെ അവയവമാണ്. 2 കൊന്തയാണ് അവർക്ക്. ഒരു കൊന്ത കയ്യിൽ ഇങ്ങനെ പിണച്ചിട്ടിരിക്കണം, വലിയ ഉണ്ടമണിക്കൊന്ത, കണ്ടാൽ പേടിച്ചു പോകും. അതിലൂടെ അവരുടെ വിശ്വാസം ഇങ്ങനെ ദൈവത്തിലേക്ക് മനുഷ്യന് വേണ്ടി ഇങ്ങനെ വിശ്വാസം പ്രഘോഷിച്ചും പ്രഖ്യാപിച്ചും പ്രവഹിച്ചു കൊണ്ടിരിക്കുക. എന്താണ് എപ്പോഴും പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അരക്കെട്ടിലൊരു കൊന്ത കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം മദർ തെരേസയുടെ കബറിടത്തിൽ പോയി 1 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് കൽക്കട്ടയിൽ. കാര്യം ഞാൻ നേരിട്ട് അന്ന് കണ്ട മദർ തെരേസ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. ഇന്ന് അവരൊരു വിശുദ്ധയാണ്. അപ്പം ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെ കുഴിമാടത്തിൽ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിഷേകമാണ് തോന്നണത്. അവിടെ 1 മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്. കാര്യം എന്താ, അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഇവിടെ കയ്യെ പിണഞ്ഞു കിടക്കുന്ന ജപമാലയും പിന്നെ അരക്കെട്ടിൽ നിന്ന് താത്തിയിട്ടിരിക്കുന്ന ജപമാലയുണ്ട്, കെട്ടിത്തൂത്തി. അത് നമ്മുടെ കാലേ വന്ന് മുട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് 4 അടി പൊക്കമേ ഉള്ളൂ. അത് കാരണം ജപമാല വേണമെങ്കിൽ അവർക്ക് ചെറിയൊരു ജപമാല മേടിച്ചിട്ടാൽ മതിയായിരുന്നു. ഇവർ വലിയ നമ്മുടെ ഒരു ഭാഗമുള്ള ജപമാലയാണ് കെട്ടിയിട്ടുള്ളത്. അത് അരക്കെട്ടിൽ നിന്ന് കെട്ടിയിട്ട് താഴേക്ക് ഇട്ടിരിക്കുകയാണ്. അത് അവർക്ക് അവയവമാണ് ജപമാല. ജോൺ പോളിനും ജപമാല അവയവമാണ്. കാര്യം അതൊരു AK-47 പോലെ സംഭവമാണ്. എങ്ങാനും നമ്മുടെ വിശ്വാസത്തെയോ അതുപോലെ തന്നെ പിശാച് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവനപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യും. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ജപമാല എടുത്ത് ഷൂട്ട് ചെയ്യും. കമാൻഡൊന്നും പറയണ്ടായിരുന്നു, നമ്മൾ തന്നെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും. കാര്യം എന്താ, ഇതിലെ പോകുന്ന ഉണ്ടമണികളെന്ന് പറയുന്നത് വല്ലാത്ത സംഭവമാണ്. ഇതെല്ലാം TMD അടിച്ചിട്ടിരിക്കുന്നതാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവും 10 എന്ന് പറഞ്ഞൊരു ചെല്ലണ മുമ്പ് അത് മുഴുവൻ 6 വചനം 12 വചനങ്ങളാണ് പോകുന്നത്. 12 ഉണ്ടയാണ് ഒറ്റയടിക്ക് തീർക്കുന്നത് ഒരു രഹസ്യത്തിൽ. അത് പടപടാന്ന് പൊട്ടും. അതെന്ന് പറയുന്നത് അതിജീവിത വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും. സാധാരണ വിശ്വാസക്കാരെക്കാൾ അതിജീവിത വിശ്വാസക്കാർക്കാണ് ജപമാല പൊട്ടണത്. അത് എപ്പോഴും പോക്കറ്റിലുണ്ടാകും, ചിലപ്പോൾ 1ഉം 2ഉം ഉണ്ടാകും. അത് അവയവമാണ്, അക്സസറി അല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അർത്തുങ്കൽ സംസാരിച്ചായിരുന്നു. നിങ്ങൾ കർണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്കത് പിൻവലിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രസ്താവന. അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ചിലക്ക് തെറ്റിദ്ധരിച്ചു പോയി. തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജപമാല ബാറ്റിൽ ഓഫ് ലെപ്പാൻഡോ മുതൽ ഇന്ന് വരെ സഭയെ പൈശാചിക ശക്തികളും സംരക്ഷിച്ച് പ്രതിരോധിച്ച് നിലനിർത്തിയ മാതാവിന് യുദ്ധക്കളത്തിൽ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. അതിനെ ചില അണ്ണന്മാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് വാസ് മൈ പോയിൻറ്റ്. അർത്ഥങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കരുണക്കൊന്ത എടുത്തു. കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല, അത് തെറ്റിദ്ധാരണ പരത്തിയതാണ്. കരുണയുടെ പ്രാർത്ഥനയാണത്. അത് കൊന്തയെന്ന് വിളിക്കേണ്ട കാര്യം എന്ത്? അത് എണ്ണ അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു, ഇതും കൊന്തയല്ലേ, എന്നാൽ പിന്നെ ജപമാല വേണ്ടല്ലോ, ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജപമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം. നമ്മളെ നിരായുധീകരിച്ചുകൊണ്ട് കരുണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു. എല്ലാവർക്കുമല്ല, ചിലർക്ക്. അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത്. ആർക്കും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ്. കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല.
ഞാൻ ഉദ്ദേശിച്ചത് കർണക്കൊന്തര ഒരു പാഷൻ പ്രാർത്ഥനയാണ്. കർണക്കൊന്ത ഒരു പാഷൻ, കർത്താവിൻ്റെ പീഡാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ ഫൗസിനേക്ക് നൽകിയ ഒരു പീഡാനുഭവ പ്രാർത്ഥനയാണ്. ആ പീഡാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ലോകം മുഴുവനുള്ള സമാധാനത്തിന് വേണ്ടി. അപ്പം അത് സഭയുടെ മജിസ്റ്റേരിയമാണ്, അതിൽ തന്നെ ബലമുള്ളതാണ്, തെറ്റില്ല. പക്ഷേ യു ഷുഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഹോളി റോസറി. അതിന് പകരം പരിശുദ്ധ ജപമാലയ്ക്ക് പകരം നിങ്ങൾ കർണക്കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കാര്യം രണ്ടിൻ്റെ എഫിക്കസി പവറും ഭയങ്കര വ്യത്യാസമാണ്. കാര്യം ഇത് പ്രൂവൺ ഫാക്റ്റാണ്, ജപമാലയുടേത് ഹിസ്റ്റോറിക്കലി പ്രൂവനാണ്. കർണക്കൊന്ത ഈ നൂറ്റാണ്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി അത് കുറേ പരീക്ഷണങ്ങളിലൂടെ അത് പ്രയോഗിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒത്തിരി ആൾക്കാർ ഇനി ലോകത്തിന് വരുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് സഭയ്ക്ക് മനസ്സിലാകണത്. അത് സഭയുടെ ഈ വിശ്വാസ പ്രമാണം വളരെ സാർത്ഥകമായിരുന്നു എന്നുള്ളത് ഇനി നമ്മുടെ അനുഭവങ്ങൾ കാരണം തെളിയിക്കേണ്ട ഒരു കാലമുണ്ട്. പക്ഷേ ജപമാല ഓൾറെഡി പ്രൂവണാണത്. അത് യുദ്ധങ്ങൾ ജയിച്ചതാണ്, രാജ്യങ്ങളിൽ വിശ്വാസം നിലനിർത്തിയതാണ്. വ്യക്തിജീവിതത്തിൽ ജോൺ പോളിനെയും മദർ തെരേസയും പോലുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് തങ്ങളുടെ കാലഘട്ടം ദൈവം ഏൽപ്പിച്ച ജോലി, മിഷൻ ഐതിഹാസികമായ അപ്പോസ്തലിക ചൈതന്യത്തോടെ പൂർത്തിയാക്കിയതിൻ്റെ കരുത്ത് എല്ലാം പരിശുദ്ധ ജപമാലയുടെ പ്രവർത്തനയുടെ ഭാഗമാണ്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ, കരുണയുടെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ, പക്ഷേ അതിന് ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. അത് വന്നാൽ നിങ്ങളുടെ ആധ്യാത്മിക തകർച്ച ഉണ്ടാകും. അപ്പോൾ ആ നിലപാടിൽ മാറ്റമില്ല. ഞാൻ പറയാനെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയണത്, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.